പ്രാവശ്യം തോക്കുമ്പോഴും നമ്മൾ പാവയ്ക്കാൻ ഒരു ഇച്ചിരി കഴിച്ചു പൊളി പുല്ലേ ചാലഞ്ച് കുളമാക്കില്ലേ ഏട്ടാ ഇങ്ങനെ ട്രൈ ചെയ്യടാ ട്രൈ അറിയില്ല നീ അറിയാം അടുത്തൊരു വെള്ളം കുടിപ്പിക്കും ജീവിതത്തിൽ കണ്ടുപിടിക്കൂല നീ ആക്ഷൻ അതെ അപ്പൊ നമ്മള് ഇപ്രാവശ്യം ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്ത് ചലഞ്ചാണ്? ഹെഡ്ഫോൺ ചലഞ്ച്. അതാണ് അല്ലെങ്കിൽ വിസ്പർ ചലഞ്ച് എന്നും പറയും. നമുക്ക് ഹെഡ്ഫോൺ ചലഞ്ച് എന്ന് പറയാം അല്ലെ. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് പറഞ്ഞു ഈ ചലഞ്ച് വേണമെന്ന്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ എല്ലാരും പറയുന്നത് കേട്ടും കൂടെയാണ് ഞങ്ങൾ ഈ ചലഞ്ചിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ ചലഞ്ചിന് ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ചലഞ്ച് ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും നമ്മൾ പാവയ്ക്കാൻ ഒരു ഇച്ചിരി കടിച്ചു ഓരോ പ്രാവശ്യവും തോക്കുമ്പോഴും ഓരോ കടിയാ. അത് 3 പ്രാവശ്യമേ ഊഹിക്കാൻ പറ്റത്തുള്ളൂ. ഈ സൈഡിൽ കേട്ടോ. ആ സൈഡിൽ നിന്ന് ആ സൈഡിൽ ഏത് സൈഡിൽ നിന്നാണെങ്കിലും കഴിക്കണം അത്രേ ഉള്ളൂ. നമ്മള് ഹെഡ്ഫോൺ ഒക്കെ റെഡിയാണ്. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് ഞാൻ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ അതുപോലെ 10 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. അതിപ്പോ ചില സിനിമ പേരായിരിക്കാം, സ്ഥലപ്പേരായിരിക്കാം, വാക്കായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അങ്ങനെ 10 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടായും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആരാ ഫസ്റ്റ് ഊഴ റെഡിയാണ്? ഫസ്റ്റ് ഊഴ റെഡിയാ? ഞാൻ ചോദിക്കാം നിന്നോട്. ഞാൻ പിന്നെ സെറ്റ് ആക്കട്ടെ. പാട്ട് ഞാൻ വെക്കാം. ഞാൻ ഓൾറെഡി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ ചെയ്താൽ മതിയോ? ഏതേലും നല്ലൊരു നോക്കിയിട്ട് പ്ലേ ചെയ്യാം. ഒച്ച കൂട്ടണം. ചെവി അടിച്ചു പോകുന്ന പോലെ ഒച്ച കൂട്ടല്ലേ. ഇത് ഫുള്ളാണല്ലോ. ഒരു മിനിറ്റ്. പരസ്യം ഇച്ചിരി വാസ് കൂടുണ്ടോ? അത് കുഴപ്പമില്ല. നോക്കണോട്ട് വരുമ്പോ ഉണ്ടായിക്കോളും. ഓക്കേ അല്ലേ? ഓക്കേ. ഫുൾ വോളിയം ആണോ? യെസ്. നിതാര ആദ്യത്തെ വേർഡ് പറ. നീ താളമല്ല. എന്തുവാ? നീ താരമല്ല. നീ താരമല്ല. അത് ശരിയാണോ? ഒന്നുകൂടെ പറഞ്ഞേ. നീ സിനിമ പേരാ? അല്ല, ഡയലോഗാ. ഡയലോഗാ? നീ വലിയതോ? ശരി. നീ തടി? ഞാൻ കൊറേ വട്ടം പറഞ്ഞു കേട്ടോ. ഞാൻ കൊറേ വട്ടം പറഞ്ഞു. എന്നാലും കിട്ടിയോ? ഓക്കെ ഓക്കെ. അടുത്ത എന്നോട് തന്നെയാണോ അതോ ചേട്ടയാണോ? രണ്ടെണ്ണം നിന്നോട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ചോദിച്ചാൽ മതി. വെച്ചോ. നാളെ നീ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. യെസ്. അല്ലേ? ആക്കണം. ആക്കൂല. ആക്കും വേണം. ആക്കണം. എന്നോട് ചോദിക്കാം. ഞാൻ ചെവി അടിച്ചു പോകുന്നു. ചെവി ഇതുണ്ട് ചോമ. ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയട്ടെ.
ഞാൻ ഇവരോട് പറയട്ടെ. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ട്രൈ ചെയ്യടാ, ട്രൈ. സിനിമയാണോ? ഡയലോഗാ. ഡയലോഗ്. സിനിമ ഡയലോഗ് ആണോ? സിനിമ ഡയലോഗ് അല്ല, ഡയലോഗ് എന്നതാ. സിനിമ ഡയലോഗ് അല്ല. ഡയലോഗാ, സിനിമ ഡയലോഗാ. ഡയലോഗോ? സിനിമ ഡയലോഗ് അല്ല. അതെ. സിനിമ ഡയലോഗ് ആണ്. വെള്ളമടി. വെള്ളമടി നിനക്ക് ആപത്ത്. വെള്ളമടി നിനക്ക് ആപത്ത്. എനിക്ക് ലിപ്പാനൊക്കെ അറിയില്ല. നീ ലിപ്പാനൊക്കെ അറിയാം. എനിക്ക് പരമാവധി നിന്നെ കൂടെ പറയിപ്പിക്കാതിരിക്കാന്നുള്ളതാണല്ലോ. അപ്പൊ അതുപോലെയൊക്കെ ഞാൻ പറയുന്നേ. ഡയലോഗ് മാത്രം പറ, വേറെ പറയില്ല. നീ തിരിയില്ല. വഴി മാറണം. ഇത് ഞാൻ നല്ല വൃത്തിക്കാ പറഞ്ഞേ. വെള്ളമടി മനസ്സിലായില്ല. ഓക്കെ, വഴി മാറണ മുണ്ടക്കൽ ശേഖര. എനിക്കറിയില്ല. ഭയങ്കര ഒച്ച തിരിയുന്നില്ല. പാവയ്ക്ക് കഴിക്കാൻ റെഡിയാണോ? പാവയ്ക്ക് കഴിക്കാൻ റെഡിയാണോ? രണ്ടര ചോദിക്ക്. ഒരെണ്ണത്തിന്റെ അപ്പം കഴിക്കണം. രണ്ടര ചോദിച്ചു, രണ്ടര കഴിക്കണം. മാത്രമേ ഉള്ളൂ. അത് രണ്ടര ഒന്ന് ചോദിച്ചേ. അതിനോട് രണ്ടര ഒന്ന് ചോദിച്ചേ. നീ ചോദിച്ചാ മതി. കള്ളക്കളി പറ്റത്തില്ല. അല്ല ഇപ്പൊ നീ അഡ്ജസ്റ്റ് ചെയ്തോ. പറഞ്ഞില്ലല്ലോ. നീ ആക്ഷൻ നിങ്ങൾ നീ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഓക്കെ. പറ. രണ്ടു വാക്ക് ഞാൻ കടിക്കാം. രണ്ടു വാക്കില്ല, ഒരെണ്ണം കടിച്ചാൽ മതി. ഒരു കടി കടിച്ചാൽ മതി. ഇവിടെ ഒന്നും നന്നായിട്ട് കടി. എന്ത് ജീവി ഇത്? ചോദിക്കേ. അടുത്ത ആൻസർ പറ. അതോ വഴി മാറടാ മുണ്ടക്കൽ ശേഖര. പൊന്നുമോളെ നിന്റെ ഇങ്ങനെ എഴുതണായിരുന്നല്ലേ? സിമ്പിൾ എഴുതാൻ പാടില്ലല്ലേ? നിന്നെ അടുത്തൊരു വെള്ളം കുടിപ്പിക്കും. ജീവിതത്തിൽ കണ്ടുപിടിക്കൂല. ഞാൻ അടുത്ത് പറയട്ടെ. സൽഗുണ സമ്പന്നൻ. അവിടെ കേൾക്കാം. അതൊന്ന് പാട്ട് നിന്നു. നീ പറ. അന്ന് വേറെ മാറ്റി പറ. നീ പറ. സൽഗുണ സമ്പന്നൻ. നീ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ ഇത് ഈസി ആയിട്ട് പറയും. അറിയില്ല. അറിയില്ല. തിരിയുന്നില്ല. സൽഗുണ സമ്പന്നൻ. ഇങ്ങനെ എനിക്ക് തിരിയോ? സൽഗുണ സമ്പന്നൻ. ഇതിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം പറയുന്നുണ്ടേ. സൽഗുണ സമ്പന്നൻ. ഇല്ല, നീ ട്രൈ ചെയ്യണം. നീ ട്രൈ പോലും ചെയ്യുന്നില്ലല്ലോ. നീ ട്രൈ ചെയ്യണം ചേട്ടാ. സിനിമ ഡയലോഗ് ആണോ? അല്ല, ഇത് വാക്കാ. സാധാ ഡയലോഗോ? സാധാ വാക്ക്. സൽഗുണ സമ്പന്നൻ. സരോജനം. സൽഗുണ സമ്പന്നൻ. സലോമി. സൽഗുണ. സലോ. സൽഗുണ. സലോ. സൽഗുണ. സിനിമ പേരാ? അല്ല. ഡയലോഗാ? അല്ല. സിനിമയിൽ ഡയലോഗാ? ജീവിതം സംഭവിച്ചാണോ? ഒരു വാക്കാ. വാക്കാണ്. ജീവിതത്തിൽ സംഭവിച്ച വാക്കാണോ? അതൊന്നും പഴഞ്ചൊല്ലാണോ? സൽഗുണ സമ്പന്നൻ. സ്ഥലവും സമ്പർക്കമോ? തോറ്റോ? സ്ഥല. സൽഗുണ സമ്പന്നൻ. സ്ഥലവും സ്ഥലപ്പേരാണോ? ജീവിതപ്പേരാണോ? വീട്ടുപേരാണോ? അപ്പന്റെ പേരാണോ? അമ്മേന്റെ പേരാണോ? വീട്ടുപേരാണോ? പിന്നെ കൊച്ചിന്റെ പേരാണോ? അമ്മേന്റെ പേരാണോ? ഭാര്യന്റെ പേരാണോ? തീർന്നു. ഏതാന്ന് പറ. ഇനി പറയാം. പറയട്ടെ. സിനിമ പേരാണോ? സ്ഥലപ്പേരാണോ? ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വാക്കാ? ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണോ? അതോ തിന്നുന്ന സാധനമാണോ? കഴിക്കുന്ന സാധനമാണോ? കളിക്കുന്ന സാധനം? ഓടുന്ന സാധനമാണോ? സരോജിനി വനസിൽ. അല്ല, സരോജിനി ഞാൻ പറയുന്നില്ല. സരോജിനി നഗർ. എനിക്ക് മനസ്സിലാവണ്ടേ? തോറ്റോ? തോറ്റോ? സൽഗുണ സമ്പന്നൻ. മനസ്സിലാവണ്ടേ ഒരാൾക്ക്? കുടിച്ചോ, കഴിച്ചോ. ഒരു മിനിറ്റ് പരസ്യം കാണും.
മര്യാദക്ക് പറ. എന്താ ഇത്? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏതാ? ഏതാണെന്ന് പറ. പറയാനോ? തവള. പൊളി പുല്ലേ. അതെനിക്ക് അറിയാം. അതെന്നറിയോ, ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആംഗ്യം ആർത്താക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കരുതിനെ. അതാണ്. നിനക്ക് ആംഗ്യത്തിന് മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് നിന്റെ വാ കണ്ടപ്പോ മനസ്സിലായില്ല. നീ എപ്പോഴും വിളിക്കുന്നല്ലേ തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്തേ. കള്ളക്കളി പാടില്ലേ. മൂക്കത്താണ് ശുണ്ഠി. മൂലംകുഴിയോ? മൂലംകുഴി സഹദേവൻ. മൂക്കത്താണ് ശുണ്ഠി. മൂതൽതാങ്കുഴിയോ? മൂക്കത്താണ് ശുണ്ഠി. മൂളത്താങ്കുഴി. മൂക്കത്താണ് ശുണ്ഠി. മൂക്കത്താണ് ശുണ്ഠി. മൂളത്താങ്കുഴിക്കോട്ടിൽ. മൂക്കത്താണ്. മൂക്കത്താണ് ശുണ്ഠി. ചൊറി. മൂക്കത്താണ് ശുണ്ഠി. മുളത്താങ്കോട്. മൂക്കത്താണ് ശുണ്ഠി. ഈ പാവയ്ക്ക് ഫുള്ളും ചേട്ടാ കഴിച്ചിട്ടില്ല. ഇത് ചേട്ടാക്കി സമർപ്പിച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഒന്നുകൂടെ അല്ലേ? ഒന്നുകൂടെ. വേണ്ട. പൊടാ പൊടാ. കണ്ടു ഞാൻ നിന്റെ ചെവി മടക്കി വെച്ചേക്കുന്ന കണ്ടു. ലെവൻ പുലിയാണു കേട്ടോ. ലപത്ത. ലെവൻ. ലവ. ലെവൻ. ലെവൻ. ലവണോ? പുലിയാണ് കേട്ടോ. ലെവനും കുശനും. ലെവൻ പുലിയാണ് കേട്ടോ. ലെവൻ പുളിച്ചോന്നോ? പുലിയാണ്. പുല്ലാണോ? പുലിയാണ്. പൂവാണ്. അല്ല, കായ്. പുലി ആണ്. ലെവൻ പുലി. പുലിയാണോ? പുലിയാണ്. ലെവൻ പുലിയാണോ? ലെവൻ പുലിയാണ്. ലെവൻ പുലിയാണ് കേട്ടോ. ലെവൻ പുലിയാണ് കേട്ടോ. പറഞ്ഞു. എനിക്ക് ഓഫാണോ? അല്ലല്ലോ അല്ലേ? നീ അടിക്കേ. ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയൊന്നല്ല കളി. ഞാൻ പറഞ്ഞു നീ അടിക്കോ. അങ്ങനെയല്ല. ആരാണോ തോന്നുന്നേ അവരടിക്കണ്ടേ. ഞാൻ എന്തില്ല? താമരാക്ഷൻ പിള്ള. വടിയാണോ? വഴിയാണ്. വഴിയാണ്. വണ്ടിയാണ്. വണ്ടിയാണ്. വളിയാണോ? അല്ല അല്ല പറയട്ടെ. താമരാക്ഷൻ പിള്ള വഴിയിലാണ്. ഞാൻ വഴിയാണെന്ന് പറഞ്ഞില്ലേ? വഴിയാണെന്ന് പറഞ്ഞത് വഴിയാണോ? വഴിയിലാണ്. എനിക്ക് ഇഷ്ടമില്ല. ഇല്ല, ആദ്യം കേട്ടിരിക്കേ. ഇല്ല, ചെറിയ അടുത്തത് ചെയ്യട്ടെ. തല്ലുമാലയോ? മര്യാദയ്ക്ക് പറയണോ? മലയാളം തന്നെയാണോ? മനസ്സിലാവുന്നില്ല. ആദ്യ വാക്ക് പറ.
ദിൽ. നീ ഓവർ പറയുന്നതാണ്, അത്രയ്ക്കൊന്നും ഇല്ലത്. NLB LLB രാമൻകുട്ടി. എന്ത് രാമൻകുട്ടിയാ? ഇത് സിനിമ പേരല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. സിനിമയിലെ രാമൻകുട്ടി. ഒന്നുകൂടെ പറഞ്ഞേ. MA രാമൻകുട്ടി. പിന്നെയോ? സൽപ്പേര് രാമൻകുട്ടി. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടടാ. ഇഷ്ടമില്ലത് കടിക്കാൻ. പറ്റത്തില്ലടാ, ഛർദിക്കാൻ വരുന്നടാ. എടുത്തോ, കഴിക്കണോ? കഴിക്കേ. വേണ്ടടാ. കഴിക്കി. അത് ചോദിക്കില്ലേ? ഞാനാ സ്ഥലമാണ്. സൽമാൻ. അടി പാട്ടാ. ചാളമാക്കരുത്. സൽമാൻ. സായണ. ചതിക്കാത്ത ജന്തു. ചാളമാക്കരുത്. ചാളം. ഇതോട് കഴിഞ്ഞോട്ടോ. ഞാനും ചോദിച്ചു കഴിഞ്ഞു. നിന്റെ തന്തയല്ല എന്റെ തന്ത. എന്റെ തന്ത. അവിടെ മ്യൂസിക് ഇല്ലായിരുന്നു, അതുകൊണ്ട് മ്യൂസിക് ഇല്ലല്ലോ. അതിലല്ലോ. അത് പറ്റില്ല, ഒന്നുകൂടെ കേൾക്കാം. അതിലല്ലോ ഞാൻ ചോദിക്കട്ടെ. നീ എന്നാ വിളിച്ചോ. പാട്ട് ഭാഗ്യം പാട്ടൂരാന്ന്. മര്യാദയ്ക്ക് പറ. കാല ചൊറിയോ? ഓടിയോ? കാലുണ്ടോ? കാല്. കായംകുളം കൊച്ചുണ്ട്. ആഞ്ഞൊടിക്കും, വലിച്ചൊടിക്കും. അതിനെ കടിക്കുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. നീ കുറച്ച് അങ്ങോട്ട്, അവർക്ക് കാണണ്ടേ. എന്താണത്? പത്തിയോ? പറ. കടലും കായലും തീരവും. ബൈ. അവസാനം തെറ്റിപ്പോയി. അവസാനം തെറ്റിപ്പോ എത്ര റെഡിയാ? കടലും കായലും തീരവും. ബൈ. ബൈ ഉണ്ടോ? ഉണ്ടോ? അത് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞോ. ബൈ എന്നെ. ബൈ ആണോ? MA. MA. മരിയ. നിഖിൽ. NJ. NK. തോറ്റോ? ബൈ LJ. കഴിഞ്ഞിരിക്കുകയാണ്. എന്തുവാടാ ഇത്? പാവയ്ക്ക. അതുകൊണ്ടാ എനിക്കറിയുന്നത്. എന്തൊക്കെയോ എനിക്ക് ഇതിനകത്ത് കീടനാശിനി ഉണ്ടോന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ക്വിസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പാട്ട് പഠിക്കണം. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണെന്നുള്ളത്.
ഇവള് വളരെ സിമ്പിളായിട്ട് പറഞ്ഞല്ലോ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ 6 എണ്ണം അവൾ ആൻസർ പറഞ്ഞു, ഞാൻ 2 എണ്ണം അല്ല ഞാൻ 4 എണ്ണം പറഞ്ഞു. നീ എന്തായാലും തോറ്റത്, ഞാൻ ജയിച്ചു. നീ പകുതി ചുണ്ടാണെങ്കിൽ പറയുന്നില്ലല്ലോ. നീയോ നീ ഇങ്ങനെ വായൊക്കെ തുറന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ ആദ്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ആദ്യം എല്ലാം അവള് പറഞ്ഞു, അവസാനം എനിക്ക് ട്രിക്ക് മനസ്സിലായത്. ട്രിക്ക് അവസാനല്ലേ തിരിയുന്നേ. എന്നതാണെങ്കിൽ നമ്മുടെ ചലഞ്ച് ഇവിടെ തീർന്നു കേട്ടോ. ഇപ്പൊ ഇതേപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ ചലഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ നൗ.